ദേശീയ അവാർഡ് ജേതാവായ നഴ്സ് ദീപ ബിജുവിനെ കോതമംഗലം രൂപത ആദരിച്ചു. പൂയംകുട്ടി സ്വദേശിനിയാണ് ദീപ. രാജ്യത്തെ മികച്ച നഴ്സിനുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡാണ് ദീപ ബിജുവിനെ തേടിയെത്തിയത്. നഴ്സസ് ദിനത്തിൽ രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു. ഡൽഹിയിൽ നഴ്സായ ഇവർ പൂയംകുട്ടി സ്വദേശിനിയാണ്. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ദീപ ബിജുവിന് സ്വീകരണം നൽകിയത്. ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ അവരെ ആദരിച്ചു. അവാർഡ് കിട്ടിയതിനേക്കുള്ള നല്ലൊരു രീതിയിൽ ഒരു സർവീസ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. നന്നായിട്ട് അത് സർവീസ് ചെയ്യുന്നു. അപ്പൊ അതില് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യന്തരം അറിയിക്കുകയാണ്. ചെറിയ മീറ്റിംഗാണ്, രൂപതയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. രൂപതയുടെ മൊത്തം ഒരു അഭ്യന്തരം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. വേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇവിടെ ഈ രൂപതയെ കഴിഞ്ഞ നിലയിൽ അവാർഡ് കിട്ടിയെന്നുള്ളത്. ചടങ്ങിൽ മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട്, മോൺസിഞ്ഞോർ കുര്യാക്കോസ് കൊടകല്ലിൽ, ഫാദർ ജോസ് കുളത്തൂർ, ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ പൗലോസ് നെടുംതടത്തിൽ, ഫാദർ ആന്റണി പുലിമല തുടങ്ങിയവർ പങ്കെടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിനാരിയോ എല്ലാം വളരെ ഡിഫറെന്റാണ്. കാരണം നമ്മുടെ കേരളം പോലെയുള്ള ഒരു സ്ഥലമല്ല. കേരളത്തിലെ നഴ്സിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു 7 അയലത്ത് പോലും അവിടുത്തെ നഴ്സിംഗോ ഹോസ്പിറ്റലോ ഒന്നും എത്തത്തില്ല. അപ്പൊ അത് വളരെ കാഷ്വലായിട്ട് ഒരു വന്നു കഴിഞ്ഞാൽ ഒരു നന്നായിട്ടൊരു വാക്കുകൾ പറയാൻ പോലും, മനുഷ്യരോട് ഒരു വാക്കുകൾ പറയാൻ പോലും ആർക്കും ഇല്ല. വന്നു ഏതാണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ പോലെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു വിട്ടു, ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടപ്പം വളരെ വേദന തോന്നി. കാരണം പാവങ്ങളിൽ പാവങ്ങളാണ് വന്നത്, ഒരു ട്രൈബൽ ഏരിയ ആണ്. അപ്പം ഹോസ്പിറ്റൽ അധികാരികളും എല്ലാണേലും അറിയില്ല, സത്യത്തിൽ നഴ്സിംഗ് പ്രൊഫഷൻ എന്നാന്ന് അറിയില്ല അവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ 13ാമത്തെ നഴ്സായിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. വെറും 50 ബെഡഡ് ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ സിസ്റ്റേഴ്സിന്റെ പറയുമായിരുന്നു, നിങ്ങൾ എവിടെ ചെന്നാലും ഹോളി ഫാമിലി സ്കൂളിനെ നിങ്ങൾ ഓർക്കും. കാരണം ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അവിടെ ചെന്ന് ഓരോ പേഷ്യൻസിനെ നോക്കുമ്പോഴും നമ്മൾ പഠിച്ചതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അവിടുത്തെ ആൾക്കാർ തന്നെ കണ്ടപ്പോൾ ഒത്തിരി ഡിഫറെന്റ്, നമ്മൾ ഈ ഒരു നഴ്സിൽ ഡിഫറെന്റ് അവർ കണ്ടു. GTV ന്യൂസ് കോതമംഗലം.